നിങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്താടി എനിക്ക് ഇപ്പൊ രണ്ടെല്ലാം അറിയണം. എന്ത്? ഒന്നുകിൽ നിങ്ങൾ രേഷ്മയെ വിടണം, ഇല്ലെന്നുണ്ടെങ്കിൽ 3000 രൂപ തന്നെ വിടണം. 3000 രൂപ? 3000 രൂപ തന്നെ വിടണമെന്ന്. വെറും 3000 രൂപ നീ പോവോ? ആ പോകും. ഇനി എപ്പോഴാ എന്നെ കൊണ്ടുവിടുന്നേ? 3000 രൂപ ഒന്നില്ലേ? എന്നെ എപ്പോഴാ ബ്യൂട്ടി പാർലർ കൊണ്ടുവിടുന്നേന്ന്? അവൾ ഓട്ടോ പിടിച്ച് വന്നോളും. എന്നെ എപ്പോഴാ കൊണ്ടുവിടുന്നേ? വേഗം ഒരുങ്ങ. അതെ, നിങ്ങളൊരു കാര്യം പറഞ്ഞോ? എന്റെ വീട്ടിലൊരു പഴയ സ്കൂട്ടറിലായിരുന്നു, ഒരു കാശിന് കൊള്ളാത്തത്. അത് ഇന്ന് രാവിലെ എന്റെ അപ്പൻ ഏതോ ഒരു പൊട്ടനത്തിലേക്ക് വെച്ചു. അല്ലേലും എന്റെ അപ്പൻ അങ്ങനെയാ, എങ്ങനെയും ഒക്കെ ആൾക്കാരെ പറ്റിച്ച് കാര്യം നേടിയെടുക്കും. അതെനിക്ക് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ മനസ്സിലായി. നിങ്ങൾ BP നോക്കാൻ പോകുന്നതുകൊണ്ട് ചെക്ക് ചെയ്തില്ലായിരുന്നോ? ഇല്ലടി. അതെന്താ? അവിടെ ചെന്നപ്പോ അവര് ചോദിച്ചു കല്യാണം കഴിഞ്ഞതാണോ. ഞാൻ പറഞ്ഞ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്തായാലും BP കാണുമെന്ന്. ഓഹോ, എന്നിട്ട് കുറയ്ക്കാനുള്ള വഴികൾ എന്തെങ്കിലും അവര് പറഞ്ഞു തന്നോ? തന്നടി, നീ നിന്റെ വീട്ടിൽ പോയാൽ മതി. എടി, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നിന്റെ പാചകത്തിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടായത്. ശരിക്കും താങ്ക് യു. അല്ല, എന്താ വന്ന മാറ്റം? അതോ, നേരത്തെ ഒക്കെ കറുത്ത തലമുടിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പൊ അത് വെള്ളയായി. ആടി, ഞാൻ പള്ളി വരെ പോയിട്ട് വരാം കേട്ടോ. ഇപ്പൊ ഒരു പള്ളി പോക്ക്? എനിക്കിന്ന് പള്ളി പോകണമെന്ന് തോന്നി. പള്ളി പോകുമ്പോഴേ കുറച്ച് ബുദ്ധി തരാനുണ്ടെന്ന് പ്രാർത്ഥിച്ചേക്ക. നിനക്ക് വേണ്ട കാര്യങ്ങൾ നീ നേരിട്ട് തന്നെ പോയി ചോദിക്കുന്നേ നല്ലത്. എടി എടി, അപ്പുറത്തെ ഷെറിന്റെ ഭർത്താവേ അവളുടെ കൂട്ടുകാരിയോട് കൂടെ ഒളിച്ചോടി പോയെന്ന്. എപ്പോ? ഇന്നലെ രാത്രിയിലെങ്ങാണ്ട്. അയ്യോ, ഇപ്പം നിനക്കൊന്നും പറയാനൊന്നുമില്ലേ? എന്ത്? അല്ല, നീ എപ്പോഴും പറയുന്ന കേൾക്കാമല്ലോ, അവനെ കണ്ടുപിടി അവനെ കണ്ടുപിടി. ഇപ്പൊ അവനെ കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ എന്ത് വിചാരിച്ചേക്കുന്നേ? ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണെന്നോ? ഇവിടെ പട്ടിയെ പോലെ നടന്ന് പണിയെടുക്കാനായിട്ട്? ഞാൻ ഇവിടെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല, 4 ആൾ അറിഞ്ഞു തന്നെ വന്നത്. ഇവിടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇത്ര പ്രശ്നം ഉണ്ടായിട്ട് ഫോൺ നോക്കിയിരിക്കുന്നുണ്ടല്ലോ. ഭ്രാന്തുള്ളവരോട് കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരോട് കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് അയക്കട്ടെ. അമ്മച്ചിക്ക് എന്താ ഭ്രാന്താ?